സാബു ഒരു തികഞ്ഞ കലാകാരനായതുകൊണ്ട് തുടങ്ങുന്നതെല്ലാം വളരെ കലാപരമായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ സാബുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഒരു വളരെ നല്ല സ്ഥാപനമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഭാവി തലമുറയ്ക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള കോഴ്സസാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്നത്. സാബുവായിട്ട് എനിക്ക് വളരെ കാലത്തെ പരിചയമുണ്ട്. ഞാൻ സിനിമാ രംഗത്ത് കടന്നു വരുമ്പോൾ സാബു ഈ രംഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സാബു വളരെ ആക്റ്റീവായിട്ട് ഈ രംഗത്ത് വന്നു. പിന്നെ എൻ്റെ വളർച്ചയും സാബുവിൻ്റെ വളർച്ചയായിട്ട് പാരലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെറിയ വേഷങ്ങളിൽ വന്നിട്ട് പിന്നെ നായകനായി 40-40ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിലെല്ലാം തന്നെ ഡിസൈൻസ് സാബുവിൻ്റെ വകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു പടം പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടുള്ള കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് സാബു. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായിട്ട് വരുമ്പോൾ എങ്ങനെ ഭാവി തലമുറയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളുമായി വരാം എന്ന് നല്ലൊരു ഹോംവർക്ക് നടത്തിയതിന് ശേഷമാണ് സാബു ഈ രംഗത്ത് വന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിനിമ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമയുടെ ഡൈവേഴ്സിറ്റി പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണം. സിനിമയുടെ ഒരു ഫാസ്റ്റ് പേസ് അനുസരിച്ച്, നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ തന്നെ ഫാസ്റ്റ് പേസ് അനുസരിച്ച് നമ്മുടെ അഭിരുചികളിലും നമ്മുടെ ആസ്വാദനത്തിലുമൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച്, പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് സാബുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. സാബുവിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്.